നിശബ്ദ പ്രചരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ കടക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോത്തുണ്ടി മേഖലയിലാണ്. ഇപ്പോൾ എനിക്കൊപ്പം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ചേരുന്നുണ്ട്. ഇവിടെ നിശബ്ദ പ്രചരണത്തിൻ്റെ തിരക്കുകളിലാണ് അവരുള്ളത്. രമ്യ ഫോണിലാണോ? ഓക്കെ. എങ്ങനെയുണ്ട്? ഇനിയിപ്പം 24 മണിക്കൂർ പോലും ഇല്ല പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ പോകാൻ. ഈ അവസാനവട്ട ഒരുക്കങ്ങൾ എങ്ങനെയാണ്? എന്താണ് പ്രതീക്ഷ? അവസാനവട്ട നിശബ്ദ പ്രചരണത്തിൽ ഇപ്പം നെല്ലിയാമ്പതിയിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. അറിയാലോ, നെല്ലിയാമ്പതിയിലാണ് നിശബ്ദ പ്രചരണം. വളരെ തയ്യാറെടുപ്പോട് കൂടിയിട്ട് എല്ലാ രീതിയിലും ഉള്ള മുന്നൊരുക്കങ്ങളുമായിട്ടാണ് പാർട്ടിയും മുന്നണിയും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് അതിൻ്റെ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അത് ഏറ്റവും താഴെ തട്ട് വരെയുള്ള പ്രവർത്തകർ വളരെയധികം ഊർജ്ജസ്വലമായി വളരെയധികം ആവേശത്തോടു കൂടി തന്നെ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ജനങ്ങളെല്ലാം നേരിട്ട് കണ്ടുകൊണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പോകുന്ന വാഹന പ്രചരണം ഉൾപ്പെടെ ഇന്നലെ വൈകുന്നേരത്തോളം അത് നീണ്ടു നിന്നു. അതെല്ലാം കഴിഞ്ഞ് ഇനി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഈ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ ചെല്ലുമ്പോൾ കഴിഞ്ഞ തവണ രമ്യ ഒരു അട്ടിമറി വിജയമാണ് ഇവിടെ നേടിയിട്ടുള്ളത്. LDFനെ സംബന്ധിച്ച് അവരുടെ കോട്ടക്കൊത്തളം എന്നുള്ള നിലയിൽ അവർ കാണുന്ന ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നു. ഇത്തവണ കഴിഞ്ഞതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകാൻ പോകുന്നത്? രമ്യയ്ക്ക് ആ തരത്തിലുള്ള ആത്മവിശ്വാസം എന്താണ്? അതായത് കഴിഞ്ഞ തവണ 1.58 ആ ഒരു ഭൂരിപക്ഷത്തിലേക്കൊക്കെ പോയിരുന്നു. അതെ, കാരണം കഴിഞ്ഞ തവണ എന്നെ നേരിട്ടറിഞ്ഞ് അല്ലെങ്കിൽ അടുത്തറിഞ്ഞായിരുന്നില്ല. നിങ്ങളെപ്പോലെയുള്ള റിപ്പോർട്ടർ ചാനലും മറ്റ് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഒക്കെ കണ്ടറിഞ്ഞും ചർച്ച നടത്തിയിട്ടുമായിരുന്നു അവർ പിന്തുണച്ചത് എങ്കിൽ ഇത്തവണ കഴിഞ്ഞ 5 വർഷക്കാലം അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരിലൊരാളായിട്ട് നിന്നുകൊണ്ടാണ് ഇത്തവണ മത്സരത്തിനിറങ്ങുന്നത്. അപ്പോൾ അവർക്കറിയാം ഇന്ന് രമ്യ ഹരിദാസ് എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് എങ്ങനെയാണ് എത്തിച്ചേരുന്നത്, അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവർ നമ്മളെ പിന്തുണയ്ക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ, വലിയ പ്രാർത്ഥന അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഉണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അഭിമാന പോരാട്ടമാണ്, പ്രത്യേകിച്ച് സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നുള്ള രമ്യയെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അതേസമയം LDF മന്ത്രി ആയിട്ടിരിക്കുന്ന രാധാകൃഷ്ണനെ തന്നെ രംഗത്തിറക്കിയാണ് മണ്ഡലം പിടിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ആ അർത്ഥത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയൊരു പോരാട്ടം ഇത്തവണ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയല്ല. അപ്പം ആര് മത്സരിക്കുന്നു എന്നുള്ളതിലല്ലല്ലോ, കാരണം ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ്. അപ്പോൾ ഒന്നിലധികമോ സ്ഥാനാർത്ഥികൾ അപ്പുറത്തുണ്ടാകും. കാരണം കോൺഗ്രസ് ആണല്ലോ ഈ ഭരണഘടന എഴുതി വെച്ച് എത്ര ആശയമുള്ള പാർട്ടികൾക്ക് മത്സരിക്കാം എന്നുള്ള രീതിയിലേക്കുള്ള മുന്നോട്ട് പോകുന്നതൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പുറത്ത് ആരുണ്ട് എന്നുള്ളതിനകത്തല്ല നമ്മളെ സംബന്ധിച്ചുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകളും ഈ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാടുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് വെച്ച് നോക്കുന്ന സമയങ്ങളിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിനോടൊപ്പം ചേരണമെന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ റോഡ് ഷോയ്ക്കിടെ ചേലക്കര വെച്ച് തന്നെ ഉണ്ടായിരുന്ന ഒരു സംഭവം, ഞങ്ങളുടെ വാഹന പ്രചരണത്തിൻ്റെ റോഡ് ഷോയുടെ ഇടയിലേക്ക് പ്ലക്കാർഡുകൾ വീശുക അല്ലെങ്കിൽ കൊടി വീശുക, അത് തടയാൻ ശ്രമിക്കുക, അങ്ങനത്തെ ഓരോ രീതിയിലുള്ള സാഹചര്യങ്ങളും അതിനിടയിലുണ്ടായിട്ടുണ്ട്. അപ്പം അത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ മത്സരിക്കുകയാണ്. അപ്പുറത്ത് ആര് മത്സരിക്കുന്നു എന്നുള്ളത് നമ്മളെ വിഷയമല്ല. എല്ലാവരും പ്രചരണം നടത്തട്ടെ. ഞങ്ങളാരും അവരുടെ റോഡ് ഷോ തടയാനോ അല്ലെങ്കിൽ മറ്റിനൊന്നും പോകുന്നില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ഈ ചേലക്കരയിൽ പ്രചാരണ വാഹനത്തിൽ നിന്ന് ആയുധം കണ്ടെത്തിയെന്നൊക്കെയുള്ള ചില പ്രചരണങ്ങളും ദൃശ്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അത് സംബന്ധിച്ച് അറിഞ്ഞിരുന്നോ, അന്വേഷിച്ചിരുന്നോ? എന്താ പറയാ? കാരണം ഇപ്പോൾ ഇന്ന് മുഴുവൻ സോഷ്യൽ മീഡിയയിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ ആ വീഡിയോ പ്രചരിക്കുകയാണ്. ശരിക്കും വളരെയധികം ഞെട്ടിപ്പോയി. കാരണം ഇന്നലെയാണ് പ്രത്യേകിച്ച് LDF സ്ഥാനാർത്ഥിയുടെ വാഹന പ്രചരണത്തിൻ്റെ അകമ്പടി പോയിരിക്കുന്ന കൊടി കെട്ടിയ വാഹനത്തിൽ നിന്നാണ് ആ മാരകായുധങ്ങൾ പുറത്തെടുത്തിടുന്നതും ആ കാറിൽ നിന്നൊരാൾ CCTV ദൃശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരിച്ചും ആ കാറിലേക്ക് എടുത്തു വെച്ചിട്ട് പിന്നീട് ആ കാർ മുന്നോട്ട് പോകുന്നത് കണ്ടിട്ടില്ല, പിന്നോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഒരു അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവണത, അതും ചേലക്കരയിൽ വെച്ചാണ്. അപ്പോൾ ഇത്തരം രീതിയിലേക്ക് കണ്ണൂർ പോലെ ബോംബും മാരകായുധങ്ങളുമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് പോകുന്ന ആളുകൾ ഇത് ആലത്തൂരിലേക്കും എത്തിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും വലിയ ഞെട്ടലുണ്ടായിരിക്കുന്നത്. കാരണം നമ്മളെ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് LDF സ്ഥാനാർത്ഥിയുടെ സ്വന്തം പഞ്ചായത്തിനകത്ത് ഈ മാരകായുധങ്ങളുമായി വാഹന അകമ്പടിയോട് കൂടി പോവുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ വേറൊരു കാര്യം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്, കഴിഞ്ഞ ദിവസം ഏകദേശം മാസങ്ങളായിട്ടേ ഉള്ളൂ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്, ഇതേ മന്ത്രി തന്നെ
വിയൂർ ജയിലിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഇരിക്കുന്ന ജയിലിൽ അവർക്ക് അവിടെ എന്തോ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് കാണുകയും അത് വലിയ രീതിയിൽ വിഷയം ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. അപ്പോൾ അക്രമത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനകത്തേക്കും ആളുകളുടെ ഈ മനസാന്നിധ്യത്തിന് അല്ലെങ്കിൽ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരാലോചന CPMന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ഈ അവസാന നിമിഷം നമുക്ക് മനസ്സിലാക്കാൻ പോലീസ് ഉൾപ്പെടെ പക്ഷേ പറയുന്നത് അത് ഈ ഫ്ലക്സ് കെട്ടാനൊക്കെ വേണ്ടി കൊണ്ടുപോയിട്ടുള്ള കത്തിയാണെന്നൊക്കെ രീതിയിലൊക്കെയാണ് പറയുന്നത്. ഫ്ലക്സ് കെട്ടാനോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾക്കോ കൊണ്ടുപോയതാണെന്ന് പോലീസ് പറയുമ്പോൾ നമ്മൾ പോലീസാണ് അന്വേഷിക്കേണ്ടത്, കണ്ടെത്തേണ്ടത്. CCTV ദൃശ്യങ്ങൾ കണ്ട ഏതൊരാൾക്കും മുന്നോട്ട് വെച്ചിരുന്ന വാഹനം ഇത് താഴെ എടുത്തിടുന്നതും ആ കാറിൽ നിന്ന് ആരോ ഒന്ന് CCTV ദൃശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി അത് പുറകോട്ടെടുത്തിട്ട് പിന്നെ മുന്നോട്ട് പോയിട്ടില്ല. അപ്പം അതിനകത്ത് നിന്ന് വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലീസുകാരൻ ഏതാണ് എന്ന് എനിക്കറിയില്ല, കൃത്യമായിട്ടത് ഏതൊരാൾക്ക് നോക്കിയാലും അത് വളരെ കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് കൊണ്ടുവന്ന മാരകായുധങ്ങളാണ് അതിനകത്ത് സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു സാധാരണ മനുഷ്യനും തോന്നുന്നത് എന്നുള്ളതാണ്. രമ്യ പറയുന്നത് ഒരു അട്ടിമറി ശ്രമമുണ്ട് എന്നുള്ളത് 100%. കാരണം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ ജയിലിൽ കാണാൻ പോവുകയും ചെയ്ത മന്ത്രി ഇത്തരം മാരകായുധങ്ങളുള്ള അകമ്പടി വാഹനങ്ങളെ കൂടെ കൊണ്ട് നടക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ടറിയാം ക്രിമിനലുകളുമായിട്ടുള്ള പശ്ചാത്തലം. CPM ഇടതുപക്ഷം ആലത്തൂരിൽ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ വാഹന പ്രചരണത്തിന് അകമ്പടി പോയ വാഹനമാണ്. മറ്റ് വാഹനങ്ങളിൽ നിന്നാണെങ്കിൽ നമുക്ക് ഈ പറയുന്നതിൽ ന്യായം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇത് വാഹന പ്രചരണത്തിന് അകമ്പടി പോയിരിക്കുന്ന വാഹനമാണ്. ആ വാഹനത്തിൻ്റെ നമ്പറുകളോ മറ്റു കാര്യങ്ങളോ ബാക്കി CCTV പ്രദേശങ്ങളിലുള്ളതെല്ലാം നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്നതാണ്, പോലീസിന് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്നതാണ്. ഇത് അട്ടിമറിക്കപ്പെടാനാണോ, ഇത് എവിടെ നിന്നാണോ എന്താണോ എന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പം അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കാം. വിവിധ ഇടങ്ങളിലേക്ക് ഇന്നും പോകുന്നുണ്ട്, എങ്ങനെ സ്വകാര്യ സന്ദർശനങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും അല്ലേ? അതെ, കാരണം കുറച്ച് പ്രദേശങ്ങളിൽ വ്യക്തിപരമായിട്ടുള്ള ആളുകളെ കാണാനുണ്ട്. പിന്നെ നിശബ്ദ പ്രചരണത്തിനായിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന ഇടങ്ങളുണ്ടാവുമല്ലോ, കുറേ ചില ആളുകളോട് സംസാരിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നെല്ലിയാമ്പതിയിലാണ് നിശബ്ദ പ്രചരണം വെച്ചിരിക്കുന്നത്. വോട്ട് ആലത്തൂരിലേക്ക് മാറ്റിയോ? വോട്ട് ആലത്തൂരിലാണ്. ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ, ആലത്തൂർ അസംബ്ലിയിൽ, ആലത്തൂർ പഞ്ചായത്തിലാണ് വോട്ട്. ഓക്കെ, എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണെന്ന് മനസ്സിലാക്കുന്നു. ആ പ്രചാരണം ആ നിലയ്ക്ക് നടക്കുകയും ചെയ്യട്ടെ. രമ്യ ഹരിദാസ് അവരെ സംബന്ധിച്ച വലിയ വിജയപ്രതീക്ഷയിലാണ്. സീറ്റ് നിലനിർത്താനുള്ള എല്ലാ അവസാനവട്ട ഒരുക്കങ്ങളുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ചില ശ്രമങ്ങൾ LDFന്റെ ഭാഗത്ത് നിന്ന്, CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണവും കൂടി രമ്യ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഷോളോണയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, ആലത്തൂർ.